രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഉച്ചയ്ക്ക് തന്ത്രിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു മാന്യനുണ്ട്, രാഹുൽ ഈശ്വർ. അദ്ദേഹം പറയുന്നത് ഈ തന്ത്രി കുടുംബത്തെ ഈ പഴശുരാമൻ തന്നെ നേരിട്ടങ്ങ് എത്തിച്ചു, കേരളത്തിൽ എത്തിച്ചു, അങ്ങനെ കുറെ എന്തോ എല്ലാം പറയുന്നുണ്ട്. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇത് ശബരിമലയുടെ ശരിക്കും പറഞ്ഞാൽ ശബരിമലയുടെ ആ ഒരു ഉയർച്ച, മേന്മ ഒക്കെ നമ്മൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം തന്നെയാണ്, സംശയമൊന്നുമില്ല. കാട്ടിലെ കാനന ക്ഷേത്രം തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും കാലഘട്ടത്തിലൊക്കെ അവിടെ പ്രധാനമായും ഒരു കാനന ക്ഷേത്രമായിട്ട്, ഒരു ചെറിയ അമ്പലമായിട്ടാണ് നിലനിന്നിരുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അന്ന് പലപ്പോഴും തന്ത്രിമാരോ അല്ലെങ്കിൽ പോറ്റിമാരോ അല്ല ഇതിൻ്റെ പൂജാതി കർമ്മങ്ങൾ നടത്തിയിരുന്നത്. അത് അവിടുത്തെ വനവാസികളാണ് അല്ലെങ്കിൽ മലയരന്മാരാണ് എന്നുള്ളതാണ് വിശ്വാസം. ഈ പേട്ടതുള്ളലൊക്കെ അവരുടെ ആചാരങ്ങളുടെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ മകരവിളക്ക്, മകരജ്യോതി, ഇതെല്ലാം അവരുടെ കൈവശം ഇരുന്ന സാധനങ്ങളാണ്. അത് പിന്നീട് അത് തന്ത്രിമാരെ ഏൽപ്പിക്കുകയും, അന്ന് ശരിക്ക് പറയുന്നത് ഇത് ആലപ്പുഴ തന്ത്രികളിലാണ് ഇത് കൈവശം വരുന്നത്. അതായത് ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു തലമുറയിൽപ്പെട്ട കുടുംബമാണ് ഈ തരണല്ലൂർ തന്ത്രികൾ. അത് ഈ താഴമൺ തന്ത്രികളുടെ ഒരു ബന്ധു വിഭാഗത്തിൽപ്പെടുന്നത് തന്നെയാണ്. ആ തരണൂർ തന്ത്രികൾക്കാണ് ഇതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. അവർ അമ്പലപ്പുഴയാണ് ഉണ്ടായിരുന്നത്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് ഇവർ പലപ്പോഴും ഇവിടെ വന്ന് പൂജാതി കർമ്മങ്ങൾ നടത്തുന്നതിനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് വർഷത്തിൽ ഒരിക്കലേ തുറക്കുള്ളൂ. ഈ ക്ഷേത്രം ഈ 1908 പോലും റെക്കോർഡുകൾ, ഈ മതിലകം റെക്കോർഡുകളിലൊക്കെ പറയുന്നത് അന്ന് ഒരു ഒറ്റ പൂജയേ ഉള്ളൂ. അത് ഒരു വർഷത്തിൽ ഒരിക്കലാണ്. അത് ഈ മകരവിളക്ക് സമയത്താണ് പൂജ നടത്തുന്നത്. അല്ലാതെ മാസപൂജയോ ഒന്നും അവിടെ, ഇപ്പോഴാണ് ഈ മാസപൂജയൊക്കെ വന്നത്, അതൊന്നും അന്ന് ആചാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നും അവിടെ ഇല്ലായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ വന്ന് ഈ പൂജ നടത്തുന്ന ക്ഷേത്രമായിരുന്നു ശബരിമല ക്ഷേത്രം. 1908 കഥ വരെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ റെക്കോർഡുകൾ ഉള്ളതാണ്. മതിലകം റെക്കോർഡുകളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പലരും ഇപ്പോൾ പുറത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ പൊരുൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ തരണല്ലൂർ തന്ത്രികൾക്ക് അമ്പലപ്പുഴയിൽ നിന്ന് വന്ന്, അന്ന് ഈ ബസ്സും സൗകര്യമൊക്കെ കുറവാണല്ലോ, അപ്പോൾ ഇവിടെ വന്ന് ഈ പൂജയൊക്കെ നടത്തിക്കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് പരിഗണിച്ചുകൊണ്ട് മഹാരാജാവ് അന്നത്തെ ഈ ചെങ്ങന്നൂർ തഹസീൽദാരിനോട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഈ പ്രദേശങ്ങളെല്ലാം, അപ്പോൾ ചെങ്ങന്നൂർ തഹസീൽദാരോട് പറഞ്ഞു, ഇത് മറ്റൊരു വിധത്തിൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് അവിടെ പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയുന്ന ആരെയെങ്കിലും അതിനെ ഏൽപ്പിക്കണം. ഇപ്പോൾ പമ്പാ നദിയുടെ തീരത്തൊക്കെയുള്ള ഏതെങ്കിലും ബ്രാഹ്മണ കുടുംബത്തെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ താഴമൺ കുടുംബം, ഈ പമ്പാ നദിയുടെ തീരത്ത് താമസമാക്കിയിരിക്കുന്ന കുടുംബമുണ്ട്, അപ്പോൾ അവരാണ് ഇതിന് ഏറ്റവും പറ്റിയത് എന്ന് പറഞ്ഞ് ഇവരെ ഏൽപ്പിച്ചാൽ എന്തെന്ന് ഈ ചെങ്ങന്നൂർ തഹസിൽദാരാണ് മഹാരാജാവിനോട് ചോദിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാരാജാവ് പറഞ്ഞു, അത് അങ്ങനെ നിങ്ങൾ ചാടിക്കയറി ചെയ്യരുത്, ഞാനും ഇത് ചെയ്യാൻ ബാധ്യസ്ഥനല്ല. അവിടെ വഞ്ചിപ്പുഴ നമ്പൂതിരിമാരുണ്ട്, അവരാണ് ഈ ദേവസ്വത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കായംകുളം രാജാവിന് വേണ്ട ധനവും ആൾബലവും യുദ്ധത്തിന് വേണ്ട സൗകര്യം വരെ ചെയ്യുന്ന ഈ വഞ്ചിപ്പുഴ നമ്പൂതിരിമാരാണ്. അവർ ഈ ദേവസ്വത്തിൻ്റെ ഏക്കർ കണക്കിന് സ്വത്ത് പരിപാലിച്ചിരുന്നത് അവരാണ്. ഈ ദേവസ്വം ബോർഡൊന്നും അത്ര എഫക്റ്റീവ് അല്ലല്ലോ. അപ്പോൾ ഇവരാണ് ഈ സ്വത്തുക്കൾ മുഴുവൻ പരിപാലിച്ച് ദേവസ്വത്തിന് വേണ്ട ധനം, അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഉത്സവങ്ങളും പരിപാടികളൊക്കെ നടത്താൻ വേണ്ട ധനം, അതുപോലെ തന്നെ കായംകുളം മഹാരാജാവിന് ആവശ്യമുള്ള ധനം, യുദ്ധം നടത്താനുള്ള സൗകര്യങ്ങൾ ഒക്കെ കൊടുത്തിരുന്നത്, സാമ്പത്തികമായും കായികമായും ഉള്ള സൗകര്യം വരെ കൊടുത്തിരുന്നത് ഇവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദിച്ചിട്ട് ഇത് ചെയ്യാവൂ, അവരെ ആദ്യം പിന്നെ ചുമതലപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഈ വഞ്ചിപ്പുഴ നമ്പൂതിരിമാരാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ശരി, നമ്മൾ ഈ അമ്പലപ്പുഴയിൽ നിന്ന് ഇവരെ തരണല്ലൂർ തന്ത്രിമാരെ വിളിക്കേണ്ട, അതിന് പകരം നമുക്ക് ഈ താഴമൺ നമ്പൂതിരിമാരെ ഏൽപ്പിക്കാം, തന്ത്രിമാരെ ഏൽപ്പിക്കാം, അവരത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെയാണ്. രാഹുൽ ഈശ്വർ പറയുന്നത് പരമശിവന് ഒരു പങ്കുമില്ല, പരമശിവൻ ഇതൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. പരമശിവന്റെ കാലം കേരളപ്പിറവിയല്ലേ പറയുന്നത്, ഐതിഹ്യമാണെങ്കിൽ പോലും കേരളപ്പിറവിയുടെ കാലം മുതലാണ് പറയുന്നത്. ഈ ക്ഷേത്രം അതിപുരാതനമായിരുന്നു. സാറ് പറഞ്ഞ പഴശുരാമനല്ല ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ചെങ്ങന്നൂർ തഹസീൽദാരാണ് ഇതിന്റെ പ്രധാന കാരണം. അവിടെ പരാതി വന്നു. ഈ അമ്പലപ്പുഴയിൽ നിന്ന് ഈ തന്ത്രിമാര് അവിടെ ചെന്ന് പലപ്പോഴും ഈ വർഷത്തിൽ ഒരിക്കലുള്ള പൂജ പോലും നേരെ നടത്താറില്ല. അത് പലപ്പോഴും ഈ കാട്ടുജാതിക്കാർ നടത്തുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. അവരാണ് അതിൻ്റെ പ്രധാന കാർമ്മികത്വമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ള ഒരു ആക്ഷേപം വന്നു. അപ്പോഴാണ് മഹാരാജാവ് ഇടപെട്ടു. അങ്ങനെ ഒരു ക്ഷേത്രം അങ്ങനെ ആചാരങ്ങൾ മുടങ്ങി കിടക്കാൻ പാടില്ല, കൃത്യമായ ആചാരങ്ങൾ പാലിച്ചുകൊണ്ട് ഇത് കൃത്യമായി നടത്തണം എന്ന്
കാരണം ഈ ക്ഷേത്രങ്ങളിലേക്ക് ഒരു പ്രത്യേക, അത് സുപ്രീം കോടതി വരെ അംഗീകരിച്ചിട്ടുള്ളതാണ്. ദേവൻ മൈനറായിട്ടും അവിടുത്തെ തന്ത്രി ആണ് അതിൻ്റെ മെയിൻ ആളെന്നുള്ളതാണ്. ദേവനാണ് എൻ്റെ മൈനർ. അപ്പോൾ അതിൻ്റെ ആചാര കാര്യങ്ങളും പിന്നെ സ്വത്തും എല്ലാം ഈ തന്ത്രികളുടെ കൂടെ ഒരു പിന്നെ കയ്യിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പോൾ തന്ത്രികൾ അവിടെ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മഹാരാജാവാണ് പറഞ്ഞത്, എന്നാൽ ശരി ഒരു കാര്യം ചെയ്യും, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നോക്ക്, എത്രയും പെട്ടെന്ന്. അത് അവിടുത്തെ ഈ വഞ്ചിപ്പുഴ നമ്പൂതിരിമാരുടെ അടുത്ത് ചോദിക്കണം, അവരാണ് അവിടുത്തെ എക്സ്പേർട്ടുകൾ. എല്ലാ കാര്യങ്ങളും കായംകുളം മുതലുള്ള രാജകുടുംബത്തിൻ്റെ പ്രദേശങ്ങളെല്ലാം അവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം വേണ്ട രീതിയിൽ പരിപാലിച്ചു വരുന്ന ഇവരോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, അവർ പറഞ്ഞെന്നാൽ ശരി, നമുക്ക് ഈ ആചാരം കൃത്യമായി നടക്കണം, അനുഷ്ഠാനങ്ങൾ കൃത്യമായി നടക്കണം, അതാണ് പ്രധാനം. അത് വനത്തിലുള്ള ക്ഷേത്രമാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലാണ് അവിടെ നട തുറക്കുന്നത് അല്ലെങ്കിൽ പൂജ നടത്തുന്നതെങ്കിൽ പോലും അത് ഭംഗിയായി നടക്കണം, എല്ലാ ആചാരങ്ങളും കൃത്യമായി പാലിക്കണം. അതിന് നമ്മൾ ഈ താഴമൺ തന്ത്രികളെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം എന്ന് പറയുകയും തഹസീൽദാർ അങ്ങനെ അപ്പോൾ അന്നത്തെ അവിടുത്തെ ദേവസ്വം കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന അമ്പലപ്പുഴത്തെ കമ്മീഷണറെ കൊണ്ട് ഉത്തരവിറക്കിച്ചു എന്ന് വരെ പറയുന്നുണ്ട്. ഇതൊക്കെ മതിലകം രേഖകളിലുണ്ട് എന്നുള്ളതാണ്. ശബരിമല പരിശോധിക്കുന്ന ഓരോ കാലത്തും ഓരോ ആചാരങ്ങൾ അല്ലെ, ഓരോ ചരിത്രമാണല്ലോ വരുന്നത്. ഇത് ശബരിമല ഇത്രയും വലിയ ശബരിമല ആയതപ്പോഴാണ്. ശരിക്കു പറഞ്ഞാൽ 2 പേരാണ്. ഒന്ന് ശ്രീ അയ്യപ്പൻ സിനിമ, അയ്യപ്പൻ്റെ സ്വാമി അയ്യപ്പൻ സിനിമയില്ലേ, ആ സിനിമയാണ് കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് പല ഭാഷകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തുമൊക്കെ പോയി വലിയ ഒരു മതിപ്പുണ്ടാക്കിയത് ഈ ക്ഷേത്രത്തിനെ കുറിച്ച്. ആ സിനിമ വന്നത് ഒരു പ്രധാന ഘടകം. പിന്നെ അതിനു മുമ്പ് എം എൻ നമ്പ്യാരെ കുറിച്ച് പറയുന്നേക്കാം. എം എൻ നമ്പ്യാർ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേരെ കൊണ്ടുവരും. അദ്ദേഹം ഇവിടെ വന്ന് കെട്ടി വളരെ ത്യാഗപൂർവമായിട്ട് ഈ മല കയറി, നടന്നാണ് മല കയറുന്നത്, അത്രയും പാടുപെട്ട് പമ്പ മുതൽ നടന്ന് മല കയറി ഒക്കെ എം എൻ നമ്പ്യാർ തമിഴ്നാട്ടിൽ നിന്നൊരു സംഘത്തിനെ കൊണ്ട്, അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ എം എൻ നമ്പ്യാരുടെ പേരിലാണ് അത് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ ആളുകൾ അങ്ങനെ വരാൻ തുടങ്ങിയെന്നും പിന്നെ ഈ സ്വാമി അയ്യപ്പൻ സിനിമയാണ് ശബരിമലയെ ശരിക്കും ശബരിമല ആക്കിയത്. ഇതിൻ്റെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും പലതിലേക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോയി ഈ സ്വാമി അയ്യപ്പൻ സിനിമ. അതോടുകൂടി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് തെക്കേ ഇന്ത്യയിൽ തമിഴരും തെലുങ്കരും ഈ 2 ഡബ്ബിംഗ് സിനിമകൾ വന്നതോടുകൂടിയാണ് കൂടുതൽ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയത്. തമിഴ് ഡബ്ബിംഗ് അല്ലാത്തതും ഈ മലയാളം പോലും ആദ്യമൊക്കെ അവിടെ ഓടിയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഓടി ഭയങ്കര വിശ്വാസം എല്ലാവർക്കും വരികയും ഇതൊരു അപൂർവമായ ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കുകയും അവിടെ വരുമ്പോൾ അപൂർവ ശക്തി ചൈതന്യം ഓരോരുത്തർക്ക് ഫീൽ ചെയ്യും. കാരണം ഈ കാട്ടിനകത്തല്ലേ ഇത്രയും നടന്ന് അലഞ്ഞ് ബുദ്ധിമുട്ടി നമ്മൾ ആ മുകളിലെത്തുമ്പം ഈ 18 മലകളുടെയും പിന്നെ കാനന ഭംഗി, അവിടുന്ന് വരുന്ന ഓക്സിജൻ്റെ ആ ഒരു പ്രത്യേക ശക്തി, ഔഷധ ഗുണങ്ങളുള്ള നിരവധി പിന്നെ സസ്യങ്ങൾ നിൽക്കുന്ന ആ ഓക്സിജൻ്റെയൊക്കെ ശ്വാസം തന്നെ ശ്വസിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ചൈതന്യമാണ്. അതിന് പുറമെ ആ പ്രദേശത്തിൻ്റെ ആ സ്ഥാനത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഇതെല്ലാം കൂടെ ആയപ്പോൾ വിശ്വാസികൾക്കങ്ങ് ഇവിടെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ശക്തി അവർക്ക് കിട്ടിയതായിട്ട് തോന്നുകയും അതോടുകൂടി ഇത് പിന്നെ മൗത്ത് ടു മൗത്ത് വായ്മൊഴിയായിട്ട് ഇതിങ്ങനെ പരക്കുകയും ചെയ്തു. അങ്ങനെയാണ് അയ്യപ്പൻ ഇത്ര വലിയ ശ്രേഷ്ഠനായത്. അങ്ങനെയാണ് ഇപ്പോൾ 3 കോടി വരെ എത്തുന്ന അവസ്ഥയിൽ എത്തിയത്. അങ്ങനെ ആ ഖ്യാതിയാണ് അയ്യപ്പനെ വളർത്തിയത്. ഇപ്പം അപഖ്യാതിയാണ് അയ്യപ്പനിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവന്നിരിക്കുന്നതെങ്കിലും ശരിക്ക് ആദ്യം ഇത്തരത്തിലുള്ള ഖ്യാതികളാണ് അയ്യപ്പനിലേക്ക് വന്നത്. ഇപ്പോൾ അപഖ്യാതി വന്നിട്ട് പോലും ആളുകൾ പറയുന്നത് അവിടെ ഒരു ചൈതന്യത്തിനും കുറവ് വരില്ല. കാരണം അയ്യപ്പൻ ഇതെല്ലാവരും നിഗ്രഹിക്കാൻ അറിയാം. തൻ്റെ സ്വത്തിനോ ആചാരത്തിനോ ഭംഗം വരുത്തിയവനെ തകർക്കാൻ അയ്യപ്പൻ അറിയാമെന്നുള്ളതാണ്. അത് വ്യക്തിയായാലും സ്ഥാപനമായാലും പ്രസ്ഥാനമായാലും അയ്യപ്പനെതിരെ നിന്നാൽ അവരെ തകർക്കും. അത്ര വിശിഷ്ടമായ ഒരു സ്ഥാനമാണ് ആ സ്ഥാനം, അത്ര വിശിഷ്ടമായ ഒരു ദേവാലയമാണത് എന്നുള്ളതാണ് ഇപ്പോഴും വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.